ജർമ്മനിയിൽ നമ്മുടെ അഡ്രസ്സ് ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്യണ പറയുന്ന പേരാണ് കേട്ടോ അൻമൽഡങ് എന്ന്. നമ്മൾ ജർമ്മനിലോട്ട് വരുമ്പോൾ നമ്മൾ അൻമൽഡങ് ചെയ്താലാണ് നമുക്ക് ടാക്സ് ഐ ഡി, സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, അല്ലെങ്കിൽ നമ്മുടെ ജർമ്മനിയിൽ ബാങ്ക് അക്കൗണ്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ വരുന്നത് ഒരു ലെറ്റർ ബോക്സിലേക്ക് കേട്ടോ. നമ്മൾ ഓരോ അപ്പാർട്ട്മെന്റിലേക്ക് മാറുമ്പോഴും എല്ലാവരുടെയും പേരിൽ ഒരേ ലെറ്റർ ബോക്സ് ഉണ്ടാവും. രജിസ്റ്റർ ചെയ്ത് മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാൻഡ് ലോഡ് തന്നെ നമ്മുടെ ലെറ്റർ ബോക്സിന്റെ കീയും കാര്യങ്ങളൊക്കെ തരും. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ലെറ്റർ ബോക്സിൽ തന്നെ വരുള്ളൂ. ഇമെയിലൊക്കെ വളരെ ചുരുക്കം വരുള്ളൂ കേട്ടോ. മൈക്കിളിനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും വാക്സിനേഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. ചില സമയത്ത് നമുക്ക് അവരുടെ ഇൻഷുറൻസിൽ കവർ അല്ലാത്ത കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് നമ്മൾ പേ ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മൾ അടച്ചിട്ട് അതിൻ്റെ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് ലെറ്റർ ബോക്സിലേക്ക്. എല്ലാ അപ്പാർട്ട്മെൻറ്റിൻ്റെ എൻട്രൻസിലായിരിക്കും കേട്ടോ ലെറ്റർ ബോക്സ് ഉണ്ടാവുക. ജർമ്മനിയിൽ കോമൺ ആയിട്ട് നമ്മുടെ സെക്കൻഡ് നെയിം ആട്ടോ യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മുടെ ലെറ്റർ ബോക്സിന് സെക്കൻഡ് നെയിം ഉണ്ടാവുക. അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന എല്ലാവരുടെയും സർനെയിം ഉണ്ടാവും കേട്ടോ ലെറ്റർ ബോക്സിന്. നമ്മൾ ലെറ്റർ ബോക്സിന് കൈനെ വെർബും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് അഡ്വർടൈസ്മെന്റ് ഒന്നും പാടില്ല എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.